വൈകുന്നേരമായപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു വൈകുന്നേരത്തേക്ക് ഞാൻ കുക്ക് ചെയ്യണതും ചായ കുടിയുടെയും ഒക്കെ ഒരു കൊച്ചു കൊച്ചു വിശേഷങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. പുതിയതായിട്ട് എൻ്റെ വീഡിയോസൊക്കെ കാണുന്നവരുണ്ടെങ്കിൽ കണ്ടിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ? എന്തൊക്കെയാണ് വൈകുന്നേരം തൊട്ട് രാത്രി വരെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്നൊക്കെ ഒന്ന് നമുക്ക് കണ്ടു നോക്കിയാലോ? വേറെ ഒന്നുമല്ല, കുക്കിങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെടുന്നവർ വീഡിയോ ലൈക്കൊക്കെ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. വൈകുന്നേരം ആയപ്പോഴത്തേക്കും നല്ല സ്ട്രോങ് ആയിട്ടൊരു പാൽച്ചായ അങ്ങോട്ട് വെച്ച് കുടിച്ചു. അത് കഴിഞ്ഞിട്ടേ എന്തും ഞാൻ ചെയ്യുള്ളൂ. ഞാൻ ചായ മാത്രമേ കുടിക്കാറുള്ളൂ കേട്ടോ. ചായയുടെ ഒപ്പം വേറെ അങ്ങനെ കഴിക്കാറൊന്നുമില്ല. ചായ കുടി കഴിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ കഴിക്കാറുണ്ട്, അല്ലാണ്ട് ചായയുടെ ഒപ്പം ഒന്നും കഴിക്കാറില്ല. വെറും ചായ കുടിക്കാനാണ് എനിക്കിഷ്ടം, അതും ചൂടോടെ. അപ്പോൾ അതിന് ശേഷം ഞാനും പിള്ളേരും കൂടി മുറ്റത്തോട്ട് വന്നു. പിന്നെ മുറ്റത്ത് പിള്ളേരിങ്ങനെ കളിച്ചുകൊണ്ടൊക്കെ ഇരിക്കും കുറച്ച് നേരം. അങ്ങനെ പിള്ളേരെയൊക്കെ അകത്ത് കയറ്റി കുളിപ്പിച്ചു, അവരെ സെറ്റാക്കി ഇരുത്തി. അതിന് ശേഷം ഞാൻ അടുക്കളയിലോട്ട് വന്നതാണ്. എന്തെങ്കിലും കഴിക്കാനൊക്കെ കൊടുക്കണമല്ലോ. ഇത് വൻപയർ വെള്ളത്തിലിട്ട് വെച്ചതാണ് കേട്ടോ. അതിന് നമുക്ക് പ്രഷർ കുക്കറിൽ ഇട്ടിട്ട് വേവിക്കാൻ വെച്ചിട്ട് അവർക്ക് ഫുഡ് കൊടുക്കണം. പയർ നന്നായിട്ട് കഴുകിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് കുറച്ച് പാകത്തിന് വെള്ളവും ഒഴിച്ചിട്ട് അടച്ചു വെച്ച് നമ്മൾ വിസിലടുപ്പിച്ചെടുക്കും. അങ്ങനെയാണ്. അപ്പോൾ അത് നോക്കിയേ, മധുരക്കിഴങ്ങാണ് കേട്ടോ വൈകുന്നേരത്തേക്ക് പിള്ളേർക്ക് കഴിക്കാനായിട്ട് കൊടുക്കണത്. അങ്ങനെ അവർക്ക് ഫുഡൊക്കെ കൊടുത്തിട്ട് ഞാൻ അടുക്കളയിലേക്ക് വീണ്ടും വന്നു. പയർ കറി ഉണ്ടാക്കണം. അതിന് നമുക്ക് കുക്കറിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട്. ഇനി നമുക്ക് പയർ താളിക്കുന്നതിലോട്ട് നമുക്ക് കടക്കാം. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ വേവണ പയറാണ്. അധികം നേരമൊന്നും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടാവുള്ളൂ. പെട്ടെന്ന് തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്ന വൻപയറാണ്. നല്ല വൻപയറായിരുന്നു. അങ്ങനെ വൻപയർ വെന്തത് നമ്മൾ മാറ്റി വെച്ചു. ഇനി ഒരു ചട്ടി വെച്ചിട്ട് അതിലോട്ട് ആവശ്യത്തിന് വെളിച്ചെണ്ണയോ ഏത് ഓയിലാണെന്ന് വെച്ചാൽ അതെടുത്തിട്ട് ഒഴിക്കുക. അറിയാലോ, ഞാൻ പിന്നെ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് കാട്ടുന്നതന്നെ ഉള്ളൂ ഞാൻ ഉണ്ടാക്കുന്ന രീതി. അപ്പോൾ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ അല്ല കേട്ടോ, ഇത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഓയിൽ ഒഴിച്ചു. അതിന് ശേഷം നമ്മൾ കടുകിട്ട് കൊടുക്കും. കടുക് പൊട്ടിയതിന് ശേഷം സവാള, വെളുത്തുള്ളി, കറിവേപ്പില എന്നിവ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റുന്നു. പച്ചമുളകൊക്കെ വേണ്ടവർക്ക് ഇടാം. ഞാൻ അങ്ങനെ പച്ചമുളക് എടുക്കാത്തതുകൊണ്ടാണ്, കാരണം മുളക് പൊടി ഇടും. പിള്ളേർക്കും കൂടി കൊടുക്കാവുന്നതുകൊണ്ട് ഓവറായിട്ട് എരിവൊന്നും ഇടുന്നില്ല, അതുകൊണ്ടാണ് പച്ചമുളക് ഇടാത്തത്. എന്നിട്ട് എന്ത് ചെയ്യും, ഒന്ന് വാടിക്കഴിഞ്ഞതിന് ശേഷം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് മാത്രം മുളക് പൊടി, എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ, അതും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൊരിയിച്ചെടുക്കും. അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പയർ അതിട്ട് കൊടുക്കും. അങ്ങനെ വൻപയർ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പാകത്തിനൊക്കെ ഉപ്പ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വേണമെങ്കിൽ ചാറൊന്ന് വറ്റിച്ചെടുക്കാം, ഇല്ലെങ്കിൽ ചാറ് വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് തിളക്കുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഞാൻ ഇച്ചിരി ചാറ് വറ്റിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് ഓവറായിട്ടല്ല, ചാറ് വേണം താനും, ഓവറായിട്ട് വറ്റിച്ചെടുക്കണമില്ല. ഒന്ന് തിളക്കുമ്പോഴത്തേക്കും ഞാൻ ഓഫ് ചെയ്യും. കുറച്ച് തിളക്കണം, കുറച്ചധികം തിളക്കണം കേട്ടോ. പിന്നെ ഒരു പാവക്ക ഉണ്ടായിരുന്നു കേട്ടോ, ഒരു ചെറിയ പാവക്ക ഉണ്ടായിരുന്നു. ചെറുതാണെങ്കിലും ഒരു ഉരുണ്ട പാവക്കയാണ് കേട്ടോ, നാടനാണ്. അപ്പോൾ ചുമ്മാ വെറുതെ വെച്ച് കളയണ്ടല്ലോ, അപ്പോൾ വെറുതെ വാടിപ്പോണ്ടല്ലോ എന്ന് ഓർത്ത് അതങ്ങോട്ട് ചെറിയൊരു എരിവൊന്നും ഇല്ലാണ്ട് ചെറിയൊരു സിമ്പിൾ മെഴുക്ക് പുരട്ടിയാക്കി എടുക്കാമെന്ന് വിചാരിച്ചു. രണ്ടായി ഇങ്ങനെ മുറിച്ചപ്പോഴത്തേക്കും പാവക്കയുടെ കുരുവൊക്കെ ഇങ്ങനെ പഴുത്തൊക്കെ ഇരിപ്പുണ്ടായിരുന്നിട്ടാ. അപ്പോൾ നോക്കി ഞാൻ അതിന് കുറച്ച് വിത്ത് പോലെ എടുത്തിട്ടുണ്ട്. അതൊന്ന് ഉണക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് നട്ട് നോക്കാൻ പിടിക്കണം, ഇങ്ങോട്ട് പിടിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ മാറ്റി വെച്ചതാണ് ഈ കുരു. ജസ്റ്റ് ഒന്ന് ഉണക്കിയിട്ട് നട്ട് നോക്കാമെന്ന് വിചാരിച്ചു. അതിനുശേഷം നന്നായിട്ട് ഉപ്പൊക്കെ പുരട്ടി നന്നായിട്ടൊന്ന് കഴുകിയെടുത്തതിന് ശേഷം എന്ത് ചെയ്തു, പാവക്ക നന്നായിട്ട് ഇതുപോലെ ഒന്ന് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്തു. കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്ത് എന്നിട്ട് ഈ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഒരു സിമ്പിൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കണേ ഉള്ളൂ, എരിവൊന്നും ഇടുന്നില്ല. ഒരു സിമ്പിൾ മെഴുക്ക് പുരട്ടിയാണ്. ആദ്യം തന്നെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട്. ചട്ടി ചൂടായി വെളിച്ചെണ്ണ ഒഴിച്ചതും കറണ്ട് പോയായിരുന്നു, എങ്കിലും നമ്മൾ തളരില്ല. ഫോണിൽ വെട്ടമൊക്കെ കത്തിച്ച് ഞാനങ്ങനെ എണ്ണ ചൂടായപ്പോഴത്തേക്കും, അതായത് ഓയിൽ ചൂടായപ്പോഴത്തേക്കും കടുകിട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് കടുകിട്ട് കൊടുക്കുന്നു. അതിനുശേഷം കടുക് പൊട്ടിയതിന് ശേഷം നമ്മളിനി ചുമ്മാ പാവക്ക ഇട്ട് കൊടുക്കുന്നു. പാവക്ക ഇട്ടതിന് ശേഷം പാവക്ക ഇട്ടതിന് ശേഷം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ് എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അടച്ചു വെച്ച് ലോ ഫ്ലെയിമിലിട്ട് ജസ്റ്റ് ഒന്ന് ആവിയേറ്റി എടുക്കുന്നു. ഇത് സിമ്പിൾ മെഴുക്ക് പുരട്ടിയാണ് കേട്ടോ. മുളക് പൊടിയൊക്കെ ഇടുന്ന രീതി ഞാൻ വേറെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലുമൊക്കെ കാണണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ, ഞാൻ കമൻറ്റ് ബോക്സിൽ പറഞ്ഞാൽ ഞാൻ ഉണ്ടാക്കുന്നതൊക്കെ സവാളയൊക്കെ വാട്ടി മുളക് പൊടിയൊക്കെ ഇട്ടിട്ട് എരിവോടെ ഒക്കെ മെഴുക്ക് പുരട്ടി ഉണ്ടാക്കും. ഇത് ചുമ്മാ വെറുതെ വാടിച്ച് കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് മാത്രം സിമ്പിളായിട്ട് ഉണ്ടാക്കുന്നതാണ്. ചുമ്മാ വെറുതെ വെച്ച് കളയണ്ടല്ലോ, ചുമ്മാ പറക്കി തിന്നാലോ എന്ന് വിചാരിച്ച് മാത്രം ഉണ്ടാക്കുന്നതാണ്. തട്ടിക്കൂട്ട് പാവക്ക മെഴുക്ക് പുരട്ടിയാണിത്.
അങ്ങനെ ജസ്റ്റ് താവി കയറിയപ്പോഴത്തേക്കും പിന്നെ തുറന്ന് വെച്ച് നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുന്നു, ഓഫ് ചെയ്യുന്നു. പാവക്ക മെഴുക്ക് വരട്ടി റെഡി. ഇത് തിളച്ച വെള്ളത്തിൽ അരിയിട്ട് വെച്ചേക്കണേ കേട്ടോ. ഞാൻ ഏത് അരിയാണെങ്കിലും ചൂടുവെള്ളത്തിൽ കഴുകിയിട്ടാണ് ചോറൊക്കെ ഉണ്ടാക്കാറ്. അപ്പോൾ ധൈര്യത്തോടെ ആണെങ്കിലും നമുക്ക് കഞ്ഞിവെള്ളമൊക്കെ കുടിക്കാം. അങ്ങനെ ചൂടുവെള്ളത്തിലേക്ക് അരി കഴുകി ചോറിനുള്ളത് ഇട്ടു. പിന്നെ കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതങ്ങോട്ട് കൈയോടെ കഴുകി വെച്ചു. അതിനുശേഷം കുറച്ച് ചിക്കൻ ഉണ്ടായിരുന്നു. ഇത് ചിക്കൻ വറുക്കണേ കേട്ടോ. അത് പ്രത്യേക മസാലയൊക്കെ നമ്മൾ മിക്സിയിൽ അരച്ചിട്ട് പെരട്ടി കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ വെച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ചിട്ട് വറുക്കണതാണ് കേട്ടോ. പ്രത്യേക ടേസ്റ്റാണ്. ഇതിൻ്റെ റെസിപ്പി വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ പ്രത്യേകം ഈ ചിക്കൻ മേടിക്കുമ്പോൾ പെരട്ടിയൊക്കെ ഇങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരുന്നതായിരിക്കും. അപ്പോൾ ആവശ്യമുള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ കുടിക്കാനായിട്ട് ഒരു കുഞ്ഞ് കഷ്ണം പട്ട ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കണത്. അങ്ങനെ മാറ്റി മറിച്ച് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ടാണ് വെള്ളം തിളപ്പിക്കാറ്. അപ്പോൾ കുടിവെള്ളവും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ രാത്രി ഫുഡ് കഴിക്കാൻ ടൈം ആയപ്പോഴത്തേക്കും ഒന്നും കൂടി കടുത്തരാം. നമ്മുടെ ചൂട് കുത്തരി ചോറ്. ഇതെന്താണെന്ന് അറിയാം ഉണ്ടാക്കി വെച്ചിരിക്കണത്. ഇത് കുറച്ച് ഉച്ചത്തെ ബാക്കിയുള്ള ചോറാണ് കേട്ടോ. അത് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ച് ഊറ്റിയിട്ട് എടുത്തേക്കണതാണ്. കളയണ്ടല്ലോ എന്ന് ഓർത്തിട്ടാണ്. അപ്പോൾ അങ്ങനെ പുതിയ ചോറും പഴയ ചോറും ഇങ്ങനെ മാറ്റി വെച്ചേക്കാണ് കേട്ടോ. അങ്ങനെ മിക്സ് ചെയ്ത് വെക്കാറില്ല. പിന്നെ നമ്മുടെ നല്ല അടിപൊളി സ്പെഷ്യൽ മസാലയൊക്കെ പുരട്ടി അങ്ങോട്ട് വറുത്ത ചിക്കൻ ഫ്രൈ. പിന്നെന്താണ്, പിന്നെ നമ്മുടെ പാവക്ക മെഴുക്ക് വരട്ടി. സിമ്പിൾ, എരിവൊന്നും ഇല്ലാണ്ട് ചുമ്മാ പിള്ളേർക്ക് കഴിക്കാൻ പറ്റിയ ഒട്ടും എരിവില്ലാത്ത ചുമ്മാ സാധാ ഒരു തട്ടിക്കൂട്ട് മെഴുക്ക് വരട്ടി, പാവക്ക മെഴുക്ക് വരട്ടി. പിന്നെ നമ്മുടെ മെയിനായിട്ട് നമുക്ക് ചാറുകറി എന്ന് പറയാനായിട്ട് വൻപയർ കറിയാണ്. നല്ല അടിപൊളി ടേസ്റ്റുള്ള വൻപയർ കറി. ഓവറായിട്ട് വെള്ളം പോലെയൊന്നും അല്ല, എന്നാലും അത്യാവശ്യം ചാറും ഉണ്ട്. അങ്ങനെയാണ് എടുത്തേക്കണത്. അപ്പോൾ നമ്മുടെ വൻപയർ കറിയും സൂപ്പറാണ്. അപ്പോൾ ഇതൊക്കെയാണ് രാത്രിയിലെ സ്പെഷ്യൽ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താ രാത്രിയിലെ സ്പെഷ്യൽ എന്നൊക്കെ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇഷ്ടപ്പെട്ടോ, എൻ്റെ കുക്കിങ്ങൊക്കെ ഇഷ്ടപ്പെട്ടോ എന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഏതെങ്കിലും ഒരു റെസിപ്പി നിങ്ങൾക്ക് പ്രത്യേകിച്ച് വൻപയറിൻ്റെയൊക്കെ നിങ്ങൾ കണ്ടല്ലോ, പിന്നെ പാവക്കയുടെ നിങ്ങൾ കണ്ടതാണ്. ചിക്കൻ ഞാൻ എങ്ങനെയാണ് സ്പെഷ്യൽ മസാലയൊക്കെ ഇട്ട് വറുത്തതെന്ന് അല്ലെങ്കിൽ ഫ്രൈ ചെയ്തതെന്ന് അറിയണം എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ആ റെസിപ്പി അറിയണമെന്ന് ആഗ്രഹമുള്ളവർക്ക് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ചിക്കൻ മേടിക്കുമ്പോൾ ഇനി ആ റെസിപ്പി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. രാത്രി വരെയുള്ള, അതായത് വൈകുന്നേരം തൊട്ട് രാത്രി വരെയുള്ള എൻ്റെ കുക്കിംഗ് വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ കുറച്ച് പേർക്കെങ്കിലും ഈ വീഡിയോ ഇഷ്ടമായി എന്നാണ് വിചാരിക്കുന്നത്. ഇഷ്ടമായാൽ കമൻറ്റൊക്കെ ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പം അത്രയേ ഉള്ളൂ. ബൈ. ഓക്കെ, ബൈ, ഗുഡ് നൈറ്റ്.